ആണുങ്ങൾക്ക് ലിംഗമുള്ളതുപോലെ തന്നെ സ്ത്രീകൾക്ക് അണ്ഡാശയവും യോനിയുമുണ്ട്. വിവാഹം ഒന്നുകിൽ അറേഞ്ച്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ലവ് മാരേജ് ആയിരിക്കും. പലപ്പോഴും ലവ് മാരേജ് വിവാഹം തകർന്നു പോകുന്നു, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടലും ചീറ്റലുമൊക്കെ ഉണ്ടാകുന്നു. എന്താണതിന് കാരണം? 6ഓളം കടമ്പകൾ കടന്നു പോകുന്ന ഈ വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ നമ്പർ 1 ഫിസിക്കൽ അട്രാക്ഷനാണ്, അഥവാ വൈകാരിക നോട്ടം. ഇഷ്ടപ്പെട്ടതെന്തും നോക്കുകയെന്നതും അത് സ്വന്തമാക്കുകയെന്നതും മനുഷ്യ സഹജമാണ്. അത് കടലാകട്ടെ, ആനയാകട്ടെ, എന്തുമാകട്ടെ. ഇഷ്ടപ്പെട്ടതെല്ലാം സ്വന്തമാക്കുക എന്ന് വെച്ചാൽ, നമുക്ക് ഒരു വീട് കാണുമ്പോൾ അത് ഇഷ്ടമാണ്, പൂന്തോട്ടം ഇഷ്ടമാണ്, ദുബായ് ഇഷ്ടമാണ്, ഇങ്ങനെ ഇഷ്ടപ്പെട്ട പലതുമുണ്ടാകും. ഇന്നലെ കഴിച്ച ബിരിയാണി വളരെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടതെല്ലാം നമ്മൾ സ്വന്തമാക്കാൻ നിന്നാൽ അത് ഇഷ്ടത്തിൻ്റെ കൂട്ടത്തിലേ പെടുകയുള്ളൂ. സ്നേഹത്തിൻ്റെ ഗണത്തിൽ അത് പെടാൻ ഒരിക്കലും സാധ്യതയില്ല. ഏതായാലും വൈകാരിക നോട്ടം കൊണ്ട് ഇഷ്ടപ്പെട്ടതിനെ അവൻ എപ്പോഴും സാമീപ്യം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് രണ്ടാമത്തെ ഘട്ടം? സാമീപ്യം അഥവാ പ്രോക്സിമിറ്റി. അങ്ങനെ കണ്ണും കണ്ടുമുട്ടിയവർ പരസ്പരം സാമീപ്യം എപ്പോഴും അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കും. അതിനുവേണ്ടി അവസരങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കും. അതിനുവേണ്ടി ഏതെങ്കിലും പാർക്കുകൾ, ചാറ്റുകൾ, ഇങ്ങനെ തുടങ്ങിയ അവസരങ്ങൾ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ആ അവസരങ്ങൾ അവരതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇതാണ് രണ്ടാമത്തെ ഘട്ടം. എന്താണ് മൂന്നാമത്തെ ഘട്ടം? നമുക്കത് പരിശോധിക്കാം. ഡൊപാമിൻ അഥവാ പരസ്പരം അടുത്തവർ തമ്മിൽ അവരുടെ സാമീപ്യം കൊണ്ട് അവരുടെ മസ്തിഷ്കത്തിൽ ഡൊപാമിൻ എന്ന ദ്രാവകം പൊട്ടി ഒലിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നാവുകയാണ്. ഇതാണ് ലഡു പൊട്ടുക എന്ന് പറയുന്നത്. ഇപ്പോൾ അവർ രണ്ട് ശരീരമാണെങ്കിലും പിരിയാൻ പറ്റാത്ത രൂപത്തിൽ അവർ രണ്ടുപേരും ഒന്നായിരിക്കുന്നു. അഥവാ അവരുടെ മസ്തിഷ്കത്തിൽ ലഡു പൊട്ടിയിരിക്കുന്നു. ഇതാണ് മൂന്നാമത്തെ അവസ്ഥയെങ്കിൽ നമുക്ക് നാലാമത്തെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കാം. റെസിപ്രോസിറ്റി, പരസ്പര വിനിമയം. പരസ്പര വിനിമയം എന്ന് പറഞ്ഞാൽ സാധാരണ വിനിമയമല്ല. അവരുടെ മസ്തിഷ്കത്തിൽ ലഡു പൊട്ടിക്കഴിഞ്ഞാൽ ഒരാൾക്ക് കാപ്പി കുടിക്കണം എന്ന് തോന്നുമ്പോൾ മറ്റേ ആൾക്കും തോന്നുക. ഒരാൾ ഫോൺ ചെയ്യുമ്പോൾ അങ്ങേ തലക്കെന്ന് പറയും, ഞാനിപ്പോൾ വിളിക്കാൻ നിൽക്കുന്നതേയുള്ളൂ, നിങ്ങളത് ഓർത്തതേയുള്ളൂ. ഒരാൾ ചെയ്യുന്നത് മറ്റൊരാൾക്ക് അനുഭവിക്കുക. ഇതാണ് പരസ്പര വിനിമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഘട്ടവും കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇത്രത്തോളം ആയ സ്ഥിതിക്ക് അഞ്ചാമത്തേലേക്ക് കടക്കുമ്പോഴേക്കും ഫിസിക്കൽ റിലേഷൻ അവർ ചിലപ്പോൾ നടത്തിക്കഴിയും. പലപ്പോഴും പലർക്കും നോ എന്ന് പറയാൻ കഴിയാറില്ല. കാരണം പുരുഷന്മാർക്ക് വൃഷണങ്ങളും ലിംഗവും ഉള്ളതുപോലെ തന്നെ സ്ത്രീകൾക്ക് അണ്ഡാശയവും യോനിയും ഉണ്ടല്ലോ. ലൈംഗികത എന്ന് പറയുന്നത് മനുഷ്യജീവിതത്തിൻ്റെ സ്വാഭാവികതയും അടിസ്ഥാനപരവുമായ ഒരു വശമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പലരും അതിൽ വീണിട്ടുണ്ടാവും. നമ്മെ ഭൂമിലോകത്തേക്ക് ആദ്യം കാണുന്നതിന് മുമ്പ് സ്നേഹിച്ചിരുന്ന
മാതാപിതാക്കളെയും മറ്റുള്ളവരെയുമൊക്കെ മറന്ന് നൈമിഷിക നിമിഷത്തിൽ ചിലപ്പോൾ കുരുക്കിൽ പെട്ടു എന്ന് വരാം. അടുത്തത് നമുക്ക് എന്താണെന്ന് നോക്കാം. അടുത്തത് നമ്പർ 6. ആറാമത്തെ സ്റ്റേജ് ഇൻറ്റിമേസിയാണ്, ദൃഢമായ ബന്ധം. ഈ നിലക്കൊക്കെ വരുന്നവർ ഒരിക്കലും ആർക്കും പിരിക്കാൻ പറ്റാത്തത്ര ദൃഢമായ ബന്ധം അവരിലുണ്ടാകും. പക്ഷേ ഫിസിക്കൽ റിലേഷൻ നടക്കുന്നതിന് മുമ്പാണെങ്കിൽ ആ ബന്ധം ചിലപ്പോൾ പിരിഞ്ഞു എന്ന് വരാം. അതേസമയം ഫിസിക്കൽ റിലേഷൻ കഴിഞ്ഞ് ഇൻറ്റിമേസി കഴിഞ്ഞാൽ പിരിക്കാനും വളരെയധികം ബുദ്ധിമുട്ടാണ്. പക്ഷെ അവർ പിരിയാനുള്ള ഒരു അവസരമുണ്ട്. ആ അവസരമാണ് ഇനി പറയാൻ പോകുന്നത്. ഫിസിക്കൽ റിലേഷന് ശേഷം പലപ്പോഴും പിരിക്കാൻ ബുദ്ധിമുട്ടാണ്. പിരിയുകയാണെങ്കിൽ അതിനു മുമ്പ് പിരിഞ്ഞു പോകും, അഥവാ അതിന് ശേഷമാണെങ്കിൽ ഒരാളെ കൊണ്ടും പിരിക്കാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ ജീവിച്ചു പോയാൽ തന്നെയും 18 മാസം വരെ പോകും. പക്ഷെ 18 മാസത്തിന് ശേഷമാണ് പല ഇതുപോലുള്ള ലവ് മാരേജുകളിൽ പ്രശ്നങ്ങൾ തുടക്കം കുറിക്കുന്നത്. പക്ഷെ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട ചില വഴികളുണ്ട്. ആ ഒരൊറ്റ കാര്യം, ആ ഒരു കാര്യം സ്ത്രീകൾക്ക് കിട്ടിയില്ലെങ്കിൽ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം കാരണമാണ് പല ലവ് മാരേജുകളും തകർന്നു പോകാനുള്ള കാരണം. ആ കാരണമാണ് പറയാൻ പോകുന്നത്. തകരാതിരിക്കാൻ വേണ്ടി കെയർ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതില്ലാത്തത് കൊണ്ടാണ് വൈവാഹിക ജീവിതത്തിൽ പലപ്പോഴും ഈ തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫിലൂടെ പോകാൻ ഉള്ള ഒരു കാരണം. ഇത് ലവ് മാരേജിൽ മാത്രമല്ല, എല്ലാ മാരേജുകളിലും, ലവ് മാരേജിൽ മാത്രമല്ല ഇത്തരം പരിപാടികൾ ഉള്ളത്, മറ്റ് മാരേജിലും ഇതുപോലെ സംഭവിക്കാറുണ്ട്. സ്നേഹത്തോടെ തന്നെയാണ് കല്യാണം കഴിക്കേണ്ടത്. പക്ഷേ സ്നേഹം ഒരിക്കലും കാമത്തിന് വഴിമാറാൻ പാടില്ല.